നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടെ എന്റെ മോള്? എവിടെ ഒളിപ്പിച്ചിരിക്കുന്നേ? പറ പറ, എന്റെ ദേമോള് എവിടെ? എനിക്ക് എന്റെ ദേമോളെ വേണം. എനിക്ക് താ എന്റെ ദേമോളെ, എനിക്ക് തരാൻ. വന്ദന, എന്താ ഇത്? എനിക്കറിയില്ല വന്ദന ചേച്ചിക്ക് ഇത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ സ്വന്തം അനിയത്തിയുടെ ഭർത്താവല്ലേ ഞാൻ. എനിക്ക് ദിയമോളെ തട്ടിക്കൊണ്ടുവരേണ്ട കാര്യം എന്താ? ഞാൻ അങ്ങനെ ചെയ്യുവോ? ചെയ്യും. എന്ത് ചെയ്യാൻ മടിക്കാത്തൊരു രാക്ഷസ ജന്മം നിന്റേത്. കുഞ്ഞിനെ തരാതെ ഞാൻ വിടില്ല. ജഗൻ, നിങ്ങൾ വന്ദനച്ചിയുടെ കൂട്ടുകാരനല്ലേ? എന്നെ കണ്ടിട്ട് ഒരു ക്രിമിനൽ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. ഒരമ്മയെന്ന് കുഞ്ഞിനെ വേർപിരിക്കുന്നത് കടുത്ത തെറ്റാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. കാരണം ഞാനൊരു അനാഥനായ സന്തതിയാ. രാത്രി എന്റെ തോട്ടത്തിൽ നിങ്ങൾ അതിക്രമിച്ച് കയറിയത് ഞാൻ അറിഞ്ഞു. ഞാനൊരു ക്രിമിനൽ ആയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുമായിരുന്നോ? കൊന്നു കളയുമായിരുന്നില്ലേ? ഭാര്യയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഞാൻ അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തോന്നുന്നുണ്ടോ? ദിയമോളെ, നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്ക. പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം സ്പീഡപ്പാക്കാൻ ഞാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജഗൻ, രാത്രിയാണ്. ഈ സ്ഥലം അത്ര നല്ലതല്ല. വന്ദനേച്ചി ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോരുത്. സൂക്ഷിക്കണം. ടേക്ക് കെയർ. വന്ദനെ, വിക്രത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് അയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതായിട്ട് തോന്നുന്നില്ല. അയാൾ കൊടും ക്രിമിനലാണെന്നല്ലേ വന്ദന പറഞ്ഞത്? വന്ദന കയ്യേറ്റം ചെയ്തിട്ടും അയാൾ ക്ഷമയോടെ ചിരിച്ചു നിന്നതല്ലേ ഉള്ളൂ. അതാ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.